4-5 ദിവസങ്ങളായിട്ട് ഇവിടെ മഴയാണ് കേട്ടോ. മഴയെന്ന് വെച്ചാൽ എന്തൊരു മഴയാണ്. അതിൻ്റെ കൂടെ കാറ്റും പിന്നെ ഇടിയും കൊല്ലിയാനും ഒക്കെ ആയിട്ട് ആകെ ഒരു ബഹളം തന്നെ. പക്ഷേ ചൂടിന് ഒരു കുറവും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയത്തില്ല. ഞാനിങ്ങനെ ഫാൻ ഇടാതെ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ വിയർത്തൊലിക്കും കേട്ടോ. എനിക്ക് മാത്രമേ ഈ വീട്ടിൽ പ്രശ്നമുള്ളൂ. എല്ലാവർക്കും ചൂട് ചെറുതായിട്ടുണ്ടെങ്കിലും പക്ഷെ ഞാനാണ് ഇങ്ങനെ വിയർത്തൊലിക്കാറുള്ളത്. അങ്ങനെ ഒന്ന് തുള്ളി മുറിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നേരെ പിന്നെ കടയിലോട്ടൊക്കെ പോയി. അപ്പോൾ നേരെ നമ്മൾ ബീഫ് കടയിലോട്ടാണ് കേട്ടോ പോയത്. മാർക്കറ്റിലോട്ട് കയറിയില്ല. മഴയൊക്കെ ആയതുകൊണ്ട് ആകെ കുളമായിട്ട് കിടക്കുമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോയില്ല. അങ്ങനെ മീനൊന്നും വാങ്ങിച്ചില്ല. മീനൊക്കെ നല്ല വിലയാണ്. ആ ഒരു ക്യാഷ് കൊടുത്ത് നമുക്ക് ചിക്കനും ബീഫൊക്കെ മേടിക്കുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നും. അങ്ങനെ ബീഫ് കടയിൽ നിന്ന് ഇറങ്ങി പിന്നെ സൂപ്പർ മാർക്കറ്റിലോട്ട് കയറി. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കേണ്ടായിരുന്നു. പിന്നെ അതിന് വേണ്ടി ഇനിയും പിന്നെയും വരണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് കയറിയിട്ട് ഞങ്ങൾ പിന്നെ കയറിയ സമയത്താണെങ്കിൽ നല്ല മഴയായിരുന്നു. എന്തായാലും ഇറങ്ങുന്ന സമയമായപ്പോഴത്തേക്ക് എന്തായാലും മഴ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പിന്നെ നേരെ വീട്ടിലോട്ടാണ് വന്ന് പിന്നെ എങ്ങോട്ടും കയറിയില്ല കേട്ടോ. പിന്നെ ഇത് അമ്മയ്ക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 2-3 ദിവസങ്ങളായിട്ട് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അതും വാങ്ങിച്ചിട്ട് 60 രൂപയ്ക്ക് കുഞ്ഞു കുഞ്ഞു പീസൊക്കെ ആയിരുന്നു. ഈ കാണിച്ചത് പതക്കരളാട്ടോ ബീഫിൻ്റെ. അപ്പോൾ അത് വാങ്ങിച്ചിട്ടൊന്നും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുഞ്ഞിന് അധികം അങ്ങനെ കഴിക്കത്തില്ല. ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒക്കെ കഴിക്കില്ലെന്ന് എനിക്കറിയത്തില്ല. ഇതിന് മുന്നേ നമ്മളൊരു വട്ടം ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് കഴിക്കുന്നവർ പറഞ്ഞു. അതും പലയിടത്തും പല പല പേരുകളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അവർ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നേ. മറ്റേത് അവർ ഇങ്ങനെ കട്ട് ചെയ്യാതെ ഇങ്ങനെ ആ ഒരു പീസായിട്ട് ഇങ്ങനെ തരത്തേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇവിടെ അല്ലല്ലോ കേട്ടോ, നമ്മൾ നേരത്തെ നിന്നിടത്തൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇവർ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമ്മൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഫ്രൈക്കാന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് ഞാൻ ഇന്ന് അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ആളുടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇത് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എനിക്ക് അത് കഴിക്കാൻ തോന്നുന്നു. അതിൻ്റെ ബീഫ് കടയിൽ കയറിയപ്പോൾ ഞാൻ പിന്നെ കുറച്ച് മേടിച്ചതേ ഉള്ളൂ. അങ്ങനെ ഇതാ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. പാലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. പാല് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് അങ്ങ് മേടിക്കും കേട്ടോ. എപ്പോഴും ഒന്നും കടയിൽ പോകുന്നില്ലല്ലോ, വല്ലപ്പോഴും പോകുന്നത് കൊണ്ട് തന്നെ തീരുമ്പോൾ അതനുസരിച്ചിട്ട് വാങ്ങിക്കാൻ ഒരു 5-6 കവറൊക്കെ അങ്ങ് മേടിച്ചങ്ങ് വെക്കും. ഡെയിലി പാല് നമുക്ക് വേണമല്ലോ, അതുകൊണ്ട് തന്നെ. അങ്ങനെ കൈയോടെ അമ്മ ബീഫൊക്കെ കഴുകിയൊന്നും എടുക്കുമായിരുന്നേ. അപ്പോൾ ഉള്ളിയൊക്കെ അമ്മ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു ഒന്ന് ചിക്കനും ബീഫ് എന്തെങ്കിലും മേടിച്ചിട്ട് വരാം എന്നാ പറഞ്ഞിട്ട് പോയത്. അതുകൊണ്ട് ഉള്ളിയൊക്കെ അമ്മ നേരത്തെ തന്നെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുള്ളി ഇല്ലായിരുന്നു, അത് ഞാൻ പിന്നെ പോയിട്ട് വന്നപ്പോഴാണ് വാങ്ങിച്ചിട്ട് വന്നത്. അങ്ങനെ പിന്നെ കൈയോടെ അതും കുറച്ചങ്ങ് ഞാനൊന്ന് പൊളിച്ചൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞുള്ളി ഇടുമ്പോഴല്ലേ ടേസ്റ്റ് കൂടുതൽ കറിക്ക്. ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സവോളയൊന്നും ചേർക്കാത്ത കുഞ്ഞുള്ളി മാത്രം ചേർക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഇരുന്ന് പൊളിക്കാൻ ഭയങ്കര മെനക്കേടായതുകൊണ്ട് ആരും അങ്ങനെ അധികം എടുക്കാറില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുള്ളി മാത്രം ഇട്ട് വെക്കുന്നത്. ഇത് പക്ഷേ നല്ല അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പൊളിക്കാൻ ഇച്ചിരി എളുപ്പമായിരുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണിന് ഭയങ്കര പുകച്ചില് വരും. ചില ദിവസങ്ങളിൽ കുഴപ്പമില്ല കേട്ടോ ഉള്ളി പൊളിക്കുമ്പോൾ. പക്ഷേ ഇന്ന് നന്നായിട്ട് പുകയുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറയായിരുന്നു അതിനകത്ത് നീര് കൂടുതലുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും കണ്ണെരിയുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ പറയുമായിരുന്നു. എന്തായാലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എരിയാറുണ്ട്. ചില സമയത്ത് ഒട്ടും പൊളിക്കാൻ പറ്റത്തില്ല, ഭയങ്കര പുകച്ചിലായിരിക്കും കണ്ണ്. അങ്ങനെ ഉള്ളിയൊക്കെ പൊളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത്തിരി പോയി ഒന്ന് കിടന്നു കേട്ടോ. എനിക്കാണെങ്കിൽ നന്നായിട്ട് തല കറങ്ങുന്നു. രാവിലെ തൊട്ടേ ഉണ്ട് ഒരു വല്ലാത്തൊരു വെപ്രാളവും ഒരു പരിവേഷവും അങ്ങനെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ തൊട്ടേ. സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറിയപ്പോഴും എനിക്കാണെങ്കിൽ അവിടെ നിൽക്കാൻ വയ്യ. എനിക്കൊരു കിളിപോയൊരു അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ വീട്ടിൽ വന്നാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പോയി കിടന്നിട്ട് തിരിച്ച് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ബീഫ് കറിയൊക്കെ അമ്മ കുക്കറിനകത്ത് അടുപ്പത്താക്കി. അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ആയി കിട്ടുമല്ലോ. അപ്പോൾ അത് അടുപ്പത്തുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പതക്കറികളൊക്കെ അമ്മ ഒന്ന് ഒന്നും കൂടെ ചില പീസുകളൊക്കെ ഇച്ചിരി വലിപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രൈ ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ആ ഒരു സമയം കൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് പോയി കുളിച്ചിട്ടൊക്കെ വന്നു. ഈ കഫ്താൻ കിട്ടിയതിന് ശേഷം ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഇടുന്നത്. സംഭവം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്കാണെങ്കിൽ ഇപ്പോഴത്തെ ചൂട് കാരണം എനിക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥയാണ്. നൈറ്റിയൊക്കെ കുറേ പേര് പറഞ്ഞു നൈറ്റിയൊക്കെ ഇട്ടൂടെ. എനിക്ക് കംഫർട്ടായിട്ട് എന്താ തോന്നുന്നത് വെച്ചാൽ എനിക്ക് ആ ഡ്രസ്സെല്ലാം ഇടാൻ പറ്റത്തുള്ളൂ. എനിക്ക് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായി നൈറ്റിയൊക്കെ ഇടുമ്പോഴത്തേക്ക്. ഭയങ്കര ചൂട് കയറിയിട്ട് ഇങ്ങനെ വിയർത്ത് ഒലിച്ചിങ്ങനെ എറ്റി ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും ദേഹത്ത്. അതുകൊണ്ട് ഞാൻ നൈറ്റീസൊക്കെ അധികം അങ്ങനെ ഇടാറില്ല. ടീഷർട്ടോ അല്ലെങ്കിൽ ഷോർട്ട്സോ അങ്ങനെയൊക്കെ തന്നെ ആട്ടോ ഇടാറുള്ളത്. എനിക്കതാണ് കംഫർട്ട്. അങ്ങനെ ഇതാ കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ബീഫ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പതക്കരളൊക്കെ അമ്മ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കൂടെ കാണിച്ചു തരാം. കുറേ പേർക്കൊക്കെ അറിയായിരിക്കാം, പക്ഷെ അറിയാത്തവർക്ക് നമ്മൾ ചെയ്യുന്ന രീതിയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു.
അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന പതക്കരൾ നമ്മുടെ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്താകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ വെന്ത് കിട്ടുക, 1-2 വിസിലടിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് അതിനകത്തോട്ട് തന്നെ കുറച്ച് ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് 2 വിസിലടുപ്പിച്ചിങ്ങ് എടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ പതക്കരൾ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അത് അടുപ്പത്തോട്ട് ആക്കിയിട്ടുണ്ട് വേവാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഇവിടെ ബീഫ് കറി ആയിരിക്കുവാണല്ലോ. അതുകൊണ്ട് കുഞ്ഞനാണെങ്കിൽ രാവിലെ നമുക്കിവിടെ പുട്ടായിരുന്നു. അപ്പോൾ കുറച്ച് പുട്ട് മാറ്റി വെച്ചിട്ട് പറഞ്ഞു എനിക്ക് ബീഫ് കറിയും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ ആൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബീഫ് കറി ആയപ്പോഴേ അമ്മ പിന്നെ മോനിക്ക് വേണ്ടിയിട്ട് കറിയൊക്കെ എടുത്ത് പുട്ടുമായിട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പുട്ട്. അപ്പോൾ അതും കൂട്ടി കഴിക്കുകയാണ്. നമ്മളിന്ന് കുറച്ച് ലേറ്റായിട്ടാണല്ലോ നമ്മൾ കടയിലൊക്കെ പോയിട്ട് വന്നത്, അതുകൊണ്ട് കറിയൊക്കെ ആവശ്യം സമയം എടുക്കുമല്ലോ. അങ്ങനെ പിന്നെ അതിലാദ്യത്തെ ഉരുള എനിക്ക് തന്നെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. പുട്ടും ബീഫ് കറിയും കൂടെ അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ പുട്ടും മീൻ കറിയും കൂടെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അതും അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അടുപ്പത്തൊരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏറൊക്കെ പോയി നമ്മൾ തുറന്നൊക്കെ നോക്കിയപ്പോൾ നല്ല വെന്തിട്ടുണ്ടായിരുന്നു. ഇനി അതിനകത്ത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടി വെക്കുക, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയായിട്ടും എടുത്തേക്കുന്നേ. അപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ്, നല്ല മണമായിരിക്കും കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് സവോള കേട്ടോ, നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കാനല്ലേ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ച് സവോളയും അത് കഴിഞ്ഞ് അതൊന്നും വാടി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ചതച്ച കുഞ്ഞുള്ളിയും കൂടെ ഇട്ടിട്ട് പിന്നെ ചതച്ച പച്ചമുളകും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും ഉപ്പ് ഇതിനകത്ത് ആവശ്യമില്ല, ലൈറ്റായിട്ട് ഉപ്പ് കൂടിയിട്ടുണ്ടായിരുന്നു. അമ്മ എന്ത് ഓർമ്മയിലാണ് എടുത്തിട്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ഇടുന്നത് വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്ക് നമ്മൾ കുരുമുളക് പൊടി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ബ്ലാക്ക് കളർ കുരുമുളക് ആയതുകൊണ്ടാണ് ഇച്ചിരി കറുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന അപ്പോൾ ഈ പതക്കരളും കൂടി ഇതിനകത്ത് തട്ടിക്കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ മസാലയൊക്കെ ഇതിനകത്തൊന്ന് പിടിക്കണം. ആ രീതിയിൽ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഇനി അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ വേവിക്കാൻ നേരത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു, അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം കൂടെ ഒന്ന് വറ്റിയൊക്കെ വന്ന് ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നത് വരെ നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ മനുഷ്യനോടുള്ളതാണല്ലോ, അതുകൊണ്ട് ഇടയ്ക്ക് പോയി ഒന്ന് വഴക്കുണ്ടാക്കുമ്പോൾ ഒരു മനസ്സുഖം അത്ര തന്നെ. അങ്ങനെ അവിടെ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഏകദേശം വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇത് നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒന്നും കൂടെ ഞാനൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി കുറച്ച് വെള്ളം കൂടെ വറ്റാനുണ്ട്. ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ചിലരൊക്കെ ഇങ്ങനെ ഈ ഒരു പരുവത്തിന് കഴിക്കാറുണ്ട്, പക്ഷേ ഇത് നമ്മൾ ഫ്രൈ ആണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇത് കുറച്ച് നല്ല ഫ്രൈ ആയിട്ട് ഇങ്ങനെ വരട്ടെ, വെള്ളമൊക്കെ വറ്റിയിട്ട്. അങ്ങനെ ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വെള്ളമെല്ലാം വറ്റി സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ മുകളിലൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറുമല്ലോ, ആ രീതിയിലൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പതക്കരൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. സംഭവം നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ പിന്നെ കൈയോടെ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് ചോദിച്ചു. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്കങ്ങ് ഫുഡ് കഴിക്കാം, പതക്കരളൊക്കെ പിന്നെ പതുക്കെ ആകട്ടെ എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ അങ്ങ് പെട്ടെന്നായി എടുത്തതുകൊണ്ട് പിന്നെ അതും കൂടെ എടുക്കാമെന്ന് കരുതി. ഇത് അമ്മ മാത്രമേ കഴിക്കുള്ളൂ. ഇപ്പോൾ എനിക്ക് കഴിക്കാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാനിത് എടുത്തില്ല കേട്ടോ. പക്ഷെ എന്നാലും ടേസ്റ്റ് നോക്കണമല്ലോ, അത് നമുക്കൊരു ഇല്ലെങ്കിൽ വായിക്കോടെ ഇങ്ങനെ കപ്പലോടുമല്ലോ. അങ്ങനെ എൻ്റെ ഒരു കൊതി കാരണം ഞാൻ അതിൽ നിന്ന് 1-2 പീസ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലാതെ കഴിച്ചില്ല. സംഭവം അടിപൊളി ടേസ്റ്റാണ്. ഫ്രൈ അടിപൊളിയായിട്ട് ആ ഒരു കുരുമുളക് കൂടുതൽ ഇടുന്നതനുസരിച്ചിട്ട് ആ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റ് നേരെ ഇങ്ങനെ മുന്നേ നിൽക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ ഉപ്പ് ലേശം കൂടിയിട്ടുണ്ടെന്ന്, അതിൻ്റെ ഒരിത് അതിനകത്ത് ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അതിന് വലിയ റേറ്റൊന്നും ഇല്ല. നമ്മൾ കടകളിൽ പോയി ചോദിക്കുമ്പോഴത്തേക്ക് അത്രയും സാധനത്തിന് 60 രൂപയും കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ അമ്മ മാത്രമല്ലേ ഇവിടെ കഴിക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ചേ മേടിച്ചോളൂ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പിന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. കുറേ പേരിങ്ങനെ പറഞ്ഞായിരുന്നു ബീഫ് ഒന്നും കഴിക്കാൻ പാടില്ല എന്ന്. ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത്
പുറത്തുനിന്ന് മേടിച്ച് കഴിക്കരുത്. റെഡ് മീറ്റ് ഒന്നും നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാതെ വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ച് കഴിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഇങ്ങനെ വാരി വലിച്ചങ്ങനെ കഴിക്കാറില്ല. കുറച്ച് നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്മുടെ കൊതി മാറാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അങ്ങനെ കുറച്ച് എടുത്ത് കഴിക്കാറുള്ളൂ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടന്നിട്ട് വന്നിവിടെ ഇരുന്നപ്പോഴത്തേക്ക് കുഞ്ഞിനോട് തകർത്ത് പിടിച്ച് ഗെയിം കളിയായിരുന്നു. അങ്ങനെ അതും നോക്കി വായി നോക്കി ഞാൻ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പിന്നീട് ഞാൻ വിചാരിച്ചു ഇച്ചിരി കിടക്കാമെന്ന്. രാത്രിയിലും ഉറക്കമില്ല, പകലും ഉറക്കമില്ല. പകൽ എപ്പോഴെങ്കിലും ഉറക്കം വന്നാലായി. അതുകൊണ്ട് ഞാനൊന്ന് കിടന്നപ്പോഴത്തേക്ക് ഇവിടെ കുഞ്ഞനാണെങ്കിൽ എന്നെ തോണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉറങ്ങാൻ ഈ മനുഷ്യൻ സമ്മതിക്കത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കിടക്കാനും പറ്റത്തില്ലല്ലോ. പിന്നെ ഞാനാണെങ്കിൽ ഒരു പുസ്തകം എടുത്ത് വായിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ എൻ്റെ കാൽ രണ്ടും കോച്ചി പിടിച്ചു. ആദ്യം ഒരെണ്ണമായിരുന്നു, അത് കുഞ്ഞും തടവിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇപ്പുറത്തെ കാലും കോച്ചി പിടിച്ചു. എനിക്ക് അവസാനം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഞാൻ ആകെ വിളിച്ച പോലായിരുന്നു കേട്ടോ. എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. പിന്നെ അമ്മയും കുഞ്ഞിനും മാറി മാറി മണിക്കൂറുകളിൽ നിന്ന് തടവി എന്ന് വേണമെങ്കിൽ പറയാൻ. എനിക്കറിയത്തില്ല എപ്പോഴാണ് മാറിയെന്ന് തന്നെ അറിയത്തില്ല, കാരണം അത്രയ്ക്ക് വേദന സഹിക്കാൻ വയ്യായിരുന്നു. അങ്ങനെ കുറേ നേരം ആ വേദനയും സഹിച്ചൊക്കെ അങ്ങനെ കിടന്നു കേട്ടോ. പിന്നെ എനിക്ക് കാലിന് നല്ല പെയിനും ഉണ്ടായിരുന്നു, മസിലിനൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. കാലൊരു സൈഡിലോട്ട് ഇങ്ങനെ തിരിഞ്ഞങ്ങ് ഇരിക്കുമായിരുന്നു കേട്ടോ. നൂന്ന് വരാൻ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇതാ അമ്മ എൻ്റെ സങ്കടവും വേദനയൊക്കെ കണ്ട് അമ്മ പോയി കോഫിയൊക്കെ ഇട്ടുകൊണ്ട് തന്നു, പതിവില്ലാതെ എനിക്ക് കേട്ടോ. അത് കഴിഞ്ഞ് ബജ്ജി ഉണ്ടാക്കി. ഇതാണെങ്കിൽ മറ്റേ കത്രിക്ക ബജ്ജി ഉണ്ടല്ലോ, അതും പിന്നെ കാബജിയായിരുന്നു. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടോ കഴിക്കുന്നത് ഈ കത്രിക്ക. പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രിയിലേക്ക് ഇവിടെ കുഞ്ഞിനാണെങ്കിൽ പൊറോട്ട മതി എന്ന് പറഞ്ഞു. പൊറോട്ട മതി എന്ന് പറഞ്ഞില്ല, എപ്പോഴും ഉള്ള കാര്യമാണ്. ബീഫ് കറി ഉണ്ടെങ്കിൽ പൊറോട്ട മസ്റ്റാണ് ആൾക്ക്. അതുകൊണ്ട് പിന്നെ അമ്മ പിന്നെ ആ കുഞ്ഞിന് പൊറോട്ട ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഉണക്കപ്പുട്ടാണ് കേട്ടോ. പിന്നെ ഇത് കാലിൻ്റെ വേദന നല്ല രീതിയിലായതുകൊണ്ട് ആൾ എനിക്കൊന്ന് മസാജ് ചെയ്തൊക്കെ തരുന്നുണ്ട്. കാലിൻ്റെ വണ്ണയ്ക്കും പാദത്തിനൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, സീ യു.